സ്റ്റാർട്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, കോഴിക്കോട് ആസ്റ്റർ മിംസിലെ സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു മാതൃഭൂമിയുടെ ഓൺലൈൻ പോർട്ടൽ ഒരു ഹൃദ്രോഗ സംബന്ധമായ സംശയങ്ങളും ആരോഗ്യപരമായ ജീവിതശൈലിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും സംശയങ്ങളുടെ ഒരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് മറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നതാണ്. സാർ, ഇപ്പോൾ ഏത് രീതിയിലാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വ്യക്തിത്വത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുമായാണ് രോഗികൾ സാറിന് അടുത്തേക്ക് എത്തുന്നത്? വളരെ സാധാരണമായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളോട് കൂടിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദ്രോഗത്തിൻ്റെയും അതുപോലെ ഹാർട്ട് അറ്റാക്ക് ആയി ബ്ലോക്കുകളായി അത്യാസന്ന നിലയിൽ അത്യാഹിത വിഭാഗത്തിൽ വരുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു ദിവസം 100-ൽ പരം രോഗികൾ ഹൃദ്രോഗ കാരണങ്ങൾ കൊണ്ട് കേരളത്തിലൊന്നാകെ മരണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി, ഓരോ രോഗിയിലുമുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനെ ആദ്യം ചികിത്സിക്കുകയും അതേപോലെ ഇതെന്തുകൊണ്ട് വന്നു എന്ന് അനലൈസ് ചെയ്ത് അടുത്ത തലമുറയിലേക്ക് ഇതെങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ആരോഗ്യപരമായ ജീവിതശൈലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട, പ്രത്യേകിച്ച് യുവതലമുറ ഇപ്പോഴേ അതിനുള്ള ഒരു മുൻകരുതലോട് കൂടിയുള്ള ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മുമ്പൊക്കെ പ്രായമായ ആളുകൾക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാമെന്നാണ് കേട്ടുള്ളത്. ഇപ്പം പ്രായമൊരു പ്രശ്നമില്ലായിരിക്കുന്നു. എന്താണ് അതിന് കാരണം? എന്താണ് മാറി വന്ന ജീവിത സാഹചര്യങ്ങൾ? ഒന്ന്, ഭക്ഷണ രീതി ഇപ്പോൾ വളരെ അനാരോഗ്യകരമാണ്. അമിതമായ ഉപ്പ്, അമിതമായ കൊഴുപ്പ്, അമിതമായ മാംസാഹാരം മുതലായവ കാരണം കൊളസ്ട്രോളുകളുടെയും ഷുഗറിൻ്റെയും ഒക്കെ അസുഖം ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ അതുപോലെ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമിതമായിട്ട് എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള പലഹാരങ്ങൾ, അതുപോലെ മറ്റ് ഹൈ കാലറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു മാറി വന്ന ഭക്ഷണരീതി കാരണം ഇത് കൊണ്ട് കൂടുതൽ ബ്ലോക്കുകൾ കാണുകയും. മറ്റൊരു കാരണം യുവാക്കളിൽ പുകവലിയുടെ നിരക്കും ഇപ്പോൾ കൂടുന്നുണ്ട്. ബോധവൽക്കരണത്തിനുള്ള ശ്രമം പല രീതിയിൽ സർക്കാരിൻ്റെ തലത്തിൽ നിന്നും ആരോഗ്യവകുപ്പിൻ്റെ തലത്തിൽ നിന്നും അതുപോലെ ഡോക്ടർമാരുടെ ഇതിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ പുതിയ യുവാക്കൾ പുതുതായിട്ട് കൂടുതൽ പുകവലി വരുന്നുണ്ട്. അപ്പോൾ അതും ഈ ചെറുപ്പക്കാരിൽ ഇതുണ്ടാവാനുള്ള ഒരു കാരണമാണ്. മറ്റൊന്ന്, നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജോലിയുടെ സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം പിന്നെ മുതലായവ ഈ ഒരു പെട്ടെന്ന് ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ അറ്റാക്ക് ഉണ്ടാക്കാനുള്ള കാരണമായി കാണുന്നുണ്ട്. അതെ, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, അതായത് നമ്മൾ ഒരു 12 മണിക്കൂർ ഫാസ്റ്റിങ്ങിൽ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുക. അപ്പോൾ അതിൽ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ, മറ്റൊരു ചീത്ത കൊളസ്ട്രോൾ HDL, ഈ 2 ലെവലുകൾ കൂടുതലായിട്ടുള്ള രോഗികളിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളിൽ വലുപ്പം കുറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അത് ബ്ലോക്കായി രക്തക്കട്ട വന്ന് ബ്ലോക്കായിട്ടാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ നോർമൽ 130 എന്നുള്ളതിന് താഴെയായിട്ട് നിൽക്കണം. ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 200 എന്നുള്ള വാല്യൂവിൻ്റെ താഴെ നിൽക്കണം. അപ്പോൾ ഒരു ചെറുപ്പത്തിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ളൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ നമ്മൾ പറയുക, നമ്മുടെ നമ്പറുകൾ എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കുറേ നമ്പറുകളുണ്ട്. ഒന്ന്, ബ്ലഡ് പ്രഷർ. എന്താണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ? എത്രയാണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ? 120/80 നോർമൽ. 140/90 മേലെ ആയാൽ ബ്ലഡ് പ്രഷറായി. അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 1. 2, അടുത്ത നമ്പർ കൊളസ്ട്രോളുകൾ. നിങ്ങളുടെ ചീത്ത കൊളസ്ട്രോൾ, നിങ്ങളുടെ LDL ലെവൽ എത്രയാണ്, നിങ്ങളുടെ HDL ലെവൽ എത്രയാണ്, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ എത്രയാണ്, ഇതറിഞ്ഞിരിക്കുക. 3-മത്തത്, നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ്. നിങ്ങൾ അമിതവണ്ണമുള്ള ആളാണോ? ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വണ്ണം നിങ്ങൾക്ക് അതിൽ കൂടുതലുണ്ടോ? ബോഡി മാസ് ഇൻഡെക്സ് 25-ന് മേലെയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം നിങ്ങളുടെ ഹൈറ്റിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതിനർത്ഥം
ഇത്തിരി കുറയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. ഡയബറ്റീസ്, ഫാസ്റ്റിങ്ങിലും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ ലെവൽ. അപ്പോൾ ഈ നമ്പറുകളൊക്കെ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പാരമ്പര്യമായിട്ടോ മറ്റ് ഇതിലോ മറ്റ് ഫാമിലിയിൽ മറ്റുള്ളവർക്കോ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. തീർച്ചയായും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണയിൽ മുക്കിയിട്ടുള്ള വറുത്ത പലഹാരങ്ങൾ, എണ്ണയിൽ മുക്കിയ മാംസം, മത്സ്യം, ഇതൊക്കെ വളരെയധികം കുറയ്ക്കണം. ചീത്ത കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ. അതുകൂടാതെ തന്നെ മറ്റ് നെയ്യിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾ, കൂടെ തിളപ്പിച്ച എണ്ണയിൽ ഇതാക്കിയ ഭക്ഷണങ്ങൾ, പിന്നെ ചില ഭക്ഷണങ്ങൾ പൊറോട്ടയിലൊക്കെ കൂടുതലായിട്ട് എണ്ണ കാണുന്നുണ്ട്, പിന്നെ മാംസം, മട്ടൺ, ബീഫ് മുതലായ റെഡ് മീറ്റുള്ള മാംസങ്ങൾ, ഇതൊക്കെ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. പിന്നെ മറ്റ് ഷുഗർ, അതുപോലെ പ്രമേഹമുള്ള ആളുകൾക്ക് പ്രമേഹം നന്നായി കൺട്രോൾ ചെയ്യണം. അതും ഈ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഫാസ്റ്റ് ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ എണ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എണ്ണ എല്ലാത്തിലും കൊളസ്ട്രോൾ ഉണ്ട്, ഏറിയും കുറഞ്ഞും പല എണ്ണയിലും ഉണ്ട്. നല്ല കൊളസ്ട്രോൾ, വളരെയധികം കൂടുതൽ അളവിൽ ചീത്ത കൊളസ്ട്രോളുള്ള ചില എണ്ണകൾ, അത് പാം ഓയിൽ, അതുപോലെ വെളിച്ചെണ്ണ, ഇതിലൊക്കെ കുറച്ച് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇതിൻ്റെ അളവ് കുറയ്ക്കാം. ചിലപ്പോൾ പരിപൂർണമായി വർജിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷെ കുറയ്ക്കാം. ഏത് രീതിയിലുള്ള എണ്ണ അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ് ഹൃദ്രോഗങ്ങൾ തടയാൻ നല്ലത്? നമ്മുടെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് ഒലീവ് ഓയിലും അതുപോലെ സൺഫ്ലവർ ഓയിൽ മുതലായവയാണ്. ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന ഒലീവ് പഴത്തിൽ നിന്നുള്ള ഓയിലാണ്. അപ്പോൾ അത് ഹൃദയത്തിന് വളരെ കുറച്ചുകൂടെ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊളസ്ട്രോളിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് എണ്ണയാണ്. നമ്മുടെ നാട്ടിൽ നന്നായി നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ആക്ച്വലി വെളിച്ചെണ്ണ വളരെ റിച്ച് ആയിട്ടുള്ള എണ്ണയാണ്. നല്ലോണം കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ വളരുന്ന പ്രായത്തിലെ കുട്ടികൾ ഏറ്റവും നന്നായി കഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. അതിൽ നല്ല കൊളസ്ട്രോളുണ്ട്, ചീത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പിന്നെ ചീത്ത കൊളസ്ട്രോൾ കൂടുതൽ അളവുള്ള എണ്ണകൾ കഴിയുന്നതും ഒഴിവാക്കണം. ഏതെണ്ണയായാലും ഒരു പ്രാവശ്യം ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയുടെ നല്ല ക്വാളിറ്റി പോവുകയാണ്. അപ്പോൾ അമിതമായി തിളപ്പിച്ചിട്ട് എണ്ണ ഉപയോഗിക്കുന്നതും നല്ലതല്ല. ശരിക്കും മെഡിറ്ററേനിയൻ ജീവിതശൈലി, അതായത് അറേബ്യൻ ഇതിലുള്ള ജീവിതശൈലി, അവിടുത്തെ പഴയ ആളുകളുടെ ജീവിതശൈലിയായിരുന്നു ഏറ്റവും ആരോഗ്യകരമായ ഇതായിട്ട് കാണുന്നത്. അവർ ഒലീവ് പഴങ്ങൾ നന്നായി കഴിക്കും. ഒലീവ് എണ്ണ അവർ ഭക്ഷണത്തിൽ മുകളിൽ ഡ്രസ്സിങ്ങിന് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ എണ്ണയിൽ ഭക്ഷണം പാകം ചെയ്യുന്നില്ല, എണ്ണയിൽ മുക്കിയിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നില്ല. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ്. അല്ലാതെ മാംസം ഇത്തിരി കഴിച്ചുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മളത് എണ്ണയിൽ മുക്കി പാകം ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഓട്സ് പോലുള്ള പുതിയ ഭക്ഷണപദാർത്ഥങ്ങൾ പുതുതായിട്ട് ആരോഗ്യത്തെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ഒരു തോമസ് ചോദിക്കുന്നത്. പുതിയ എന്ത് ഭക്ഷണം വരുമ്പോഴും നമ്മുടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ അവകാശവാദവുമായിട്ട് എന്ത് വരികയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്കിത് പലപ്പോഴും മനസ്സിലാവുള്ളൂ. നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പാം ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിൽ വന്നു, അത് വളരെ നല്ലതാന്ന് പറഞ്ഞു. പിന്നെ കുറേ കാലത്തിന് ശേഷം അത് മനസ്സിലായി. അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പെട്ടെന്നുള്ള വാഗ്ദാനങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ശാസ്ത്രീയമായിട്ട് നമ്മൾ തെളിയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കാലറി കുറഞ്ഞ ഭക്ഷണം വേണ്ടി വരുന്ന അവസരങ്ങൾ, അതായത് പ്രമേഹ രോഗികളിൽ നല്ല കാർബോഹൈഡ്രേറ്റ് റിച്ച്, അതായത് കാർബോഹൈഡ്രേറ്റ് കൂട്ടുന്ന നമ്മൾ അരി ഭക്ഷണം ഒഴിവാക്കേണ്ട ഒരു അവസരം വരുമ്പോഴാണ് നമ്മൾ ഗോതമ്പും അതുപോലെ ഓട്സൊക്കെ വരുന്നത്. ഓട്സിൽ കാലറി കുറവാണ്, അതുപോലെ തന്നെ അമിതമായ പോഷകങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനും കുഴപ്പമില്ല. ചില ടൈപ്പ് എണ്ണകൾ തവിടെണ്ണ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എത്രത്തോളം ശാസ്ത്രീയമായി അറിയുന്നതിന് ഇനി നമ്മൾ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ 35 വയസ്സ് അല്ലെങ്കിൽ 45 മധ്യവയസ്സുള്ള സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വേണ്ടി സംഭവമുണ്ട്. ഇവരൊക്കെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരാണ്, ഒരു ദിവസം തടി ചെയ്യുന്ന വീട്ടമ്മമാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ വരുന്നതിന് എന്താണ് ഒരു കാരണം എന്നുള്ളത്? സാധാരണഗതിയിൽ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിന്, ഹൃദ്രോഗത്തിന് നിരക്ക് കുറവാണ് ആണുങ്ങളെക്കാളും. അതിനുള്ള ഒരു കാരണം അവർക്ക് ആർത്തവം ഉള്ളിടത്തോളം കാലം ഉണ്ടാകുന്ന ഹോർമോൺ നൽകുന്ന പ്രൊട്ടക്ഷനാണ്. ആ ഹോർമോണിൻ്റെ അളവിൽ ബാലൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അസുഖത്തിന് യൂട്രസ് അല്ലെങ്കിൽ ഓവറികൾ റിമൂവ് ചെയ്യേണ്ട ലേഡീസ്,
അല്ലെങ്കിൽ കുറച്ച് പ്രായമാവുമ്പോൾ 40 വയസ്സൊക്കെ ആകുമ്പോൾ പൊതുവെ ആർത്തവ വിരാമം, മെനോപോസ് എന്ന് പറയുന്നത് അത് വരുന്ന രോഗികൾ. മെനോപോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടിൻ്റെയൊക്കെ അറ്റാക്ക് വരാനുള്ള ആ ഒരു സാധ്യത ആണുങ്ങളെ പോലെ തന്നെ ആവുകയാണ്. പക്ഷേ ആ ചൈൽഡ് ബിയറിംഗ് ഏജിൽ, അതായത് കുട്ടികൾ ഉണ്ടാകുന്ന ആ പ്രായത്തിൽ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ അവരുടെ ഹോർമോൺ സൈക്കിളാണ്. അതിലൊരു ഇംബാലൻസ് വരുമ്പോഴാണ് അതുപോലെ അതിന് സംബന്ധമായ മറ്റ് അസുഖങ്ങൾ വരെ, അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയേണ്ട എന്തെങ്കിലും അസുഖം വരെ, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സിൽ പ്രായമാകുമ്പോൾ ആർത്തവം നിന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കഴിയുമ്പോഴാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നത്. പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഘടകങ്ങളുണ്ട്. നമ്മുടെ ജനിതക ഘടനയിൽ ഇതിനുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. വേൾഡിൽ തന്നെ പല സ്റ്റഡീസ്, പല സ്ഥലത്ത് റീജിയണൽ സ്റ്റഡീസ് നടക്കുമ്പോഴൊക്കെ ഈ ഏഷ്യൻസിൽ തന്നെ സൗത്ത് ഏഷ്യൻസിന് അവരുടെ ജനതഘടന, ചൈനീസിൻ്റെ ഇങ്ങോട്ട് താഴോട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു ആളുകളുടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഡയബറ്റീസ് വളരെ കൂടുതലാണ്. കൊളസ്ട്രോൾ, ഈ മൈക്രോണൈസ്ഡ് ചെറിയ ടൈപ്പ് LDL എന്ന് പറയും, അപ്പോൾ അത് കൂടുതലാണ്. ഇതൊക്കെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ബോഡി ഹാബിറ്റസ് കുറവായിട്ട് പോലും അവർക്ക് പിന്നെ അതുപോലെ നല്ല വേണ്ട കൊളസ്ട്രോൾ HDL കുറവായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നെ കൂടുതൽ ഹൃദ്രോഗം അറ്റാക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. ജനിതക ഘടനയിൽ വളരെ പ്രാധാന്യമുണ്ട്. ഒരു റിസ്ക് ഫാക്ടർ ഇല്ലാതെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ ഇതൊന്നും ഇല്ലാത്ത വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കും പാരമ്പര്യ ഘടകങ്ങൾ കൊണ്ട് മാത്രം ബ്ലോക്കുകളും അറ്റാക്കും വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തൊക്കെയാണ് ഒരു സിംറ്റംസ് നമുക്ക് അറിയാൻ പറ്റും? നമ്മുടെ ഹാർട്ടിന് പ്രശ്നം നമ്മൾ തിരിച്ചറിയുന്നത് എന്തൊക്കെ സിംറ്റംസിലൂടെ ആയിരിക്കും? അതെ, പല രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ആദ്യമായിട്ട് ഇത് വരുന്ന, നമ്മളൊരു ഭാരപ്പെട്ട് ജോലി എടുക്കുമ്പോൾ കയ്യിലൊരു കുറച്ച് വെയിറ്റുള്ള സാധനം എടുത്ത് നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓടി ബസ് കയറുമ്പോൾ, അപ്പോൾ നെഞ്ഞിൽ അനുഭവപ്പെടുന്ന ഒരു സഫോക്കേഷൻ, ഒരു വേദന, അല്ലെങ്കിൽ ഒരു പിടുത്തം, ചിലപ്പോൾ ഇടത്തെ കൈയിലോട്ട് അത് ഇത്തിരി വേദനയായിട്ട് വരാം. പിന്നെ നമ്മൾ ആ എക്സർഷൻ നിർത്തുമ്പോൾ അത് മാറുകയും ചെയ്യുന്നു. ഇതാണ് ആദ്യഘട്ടങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പുറത്തോട്ട് വരുന്ന രോഗി അറിയുന്ന ലക്ഷണങ്ങൾ. ചില ആളുകൾ ഇതൊന്നും അറിയാതെ നേരിട്ട് ചിലപ്പോൾ പെട്ടെന്ന് സിവിയർ ആയിട്ടുള്ള ഇടതുഭാഗത്തുള്ള നെഞ്ഞുവേദന, വേർപ്പോട് കൂടിയിട്ടുള്ള, ചിലപ്പോൾ തലകറങ്ങാം, ബോധം കെടാം, ചിലർക്ക് അമിതമായിട്ടുള്ള ഛർദി, അങ്ങനെയൊക്കെ വരാം. ഇത് അറ്റാക്ക് എന്നുള്ള രൂപത്തിൽ ആയി വരുമ്പോൾ ആണ് ഇത്രയും മാരകമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ചിലപ്പോൾ ലക്ഷണങ്ങൾ വളരെ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ. നടക്കുമ്പോൾ ഒരു ചെറിയ കിതപ്പ്, അല്ലെങ്കിൽ ചെറിയൊരു കഴുത്ത് വേദന, പല്ലിൻ്റെ അവിടെ വേദന. പ്രത്യേകിച്ച് പ്രമേഹമുള്ള രോഗികൾ അല്ലെങ്കിൽ പ്രായമായവർ, അവർക്ക് ഉള്ളിലുള്ള അസുഖത്തിൻ്റെ അത്രയ്ക്കും ലക്ഷണം പുറത്ത് കണ്ടോളണമെന്നില്ല. അപ്പോൾ ചെറിയ ലക്ഷണം വരുമ്പോഴും അങ്ങനത്തെ രോഗികൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ഒരു ECG എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഈ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ഇല്ലാതെ പോകുന്നവർക്ക് കൂടാ കുറയുക, അതുമായിട്ട് ബന്ധമുണ്ടോ? ഇത് അറ്റാക്കുമായി ബന്ധമില്ല. മിടിപ്പ് രോഗങ്ങൾ ടോട്ടലി വ്യത്യാസമുള്ളതാണ്. മിടിപ്പ് രോഗങ്ങൾ പല ടൈപ്പുണ്ട്, കുറയുന്നതും കൂടുന്നതും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജന്മന നമ്മുടെ ഹാർട്ടിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഹാർട്ടിൻ്റെ ഉള്ളിൽ വലതുഭാഗത്ത് അറയിൽ SA നോഡ് എന്ന് പറയുന്ന ഒരു പൾസ്, നമ്മുടെ ജനറേറ്റർ ഉണ്ട്, നമ്മുടെ ബാറ്ററിയാണത്. അതിൽ നിന്നാണ് നമ്മുടെ ഇമ്പൾസസ് വന്നിട്ട് ഹാർട്ടിൻ്റെ ജംഗ്ഷൻ, ഹാർട്ടിൻ്റെ ആ ഒരു മധ്യഭാഗത്തായിട്ട് AV നോഡ് എന്ന് പറയുന്ന ഒരിതുണ്ട്. അവിടെ നമ്മളൊരു എന്താ പറയുക, ജംഗ്ഷൻ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് 2 കേബിൾ ഇടത്തെ അറയിലും വലത്തെ അറയിലോട്ടും വരുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം ജനിച്ച് മരണം വരെ ഒരു മിനിറ്റിൽ 70 എന്നുള്ള നിരക്കിൽ അടിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ഇതിൽ കുറച്ച് ഇലക്ട്രിക്കൽ വയറുകളുണ്ട് ഹാർട്ടിൻ്റെ ഭിത്തിയിലൂടെ, വളരെ നേരിയ വയറുകൾ. ചില ആളുകൾക്ക് ജന്മന ഈ എക്സ്ട്രാ വയർ കാണാം, ഒന്നിൽ കൂടുതൽ വയറുകൾ, നോർമൽ ഉണ്ടാവുന്നതിനേക്കാളും പുറമേയുള്ള വയറുകൾ. അത് അത്ര അപൂർവ രോഗമൊന്നുമല്ല, നമ്മൾ വളരെ OP കാണാറുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് നോർമൽ വയറിന് പകരം, വയറിലൂടെ ഈ പിന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോകുന്നതിന് പകരം ഈ എക്സ്ട്രാ ഉള്ള വയറിലൂടെ പോകുമ്പോൾ അപ്പോഴാണ് ഈ മിടിപ്പ് രോഗം ഉണ്ടാകുന്നത്. ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ കുറേ നേരം ഹാർട്ട് അടിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ താനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരുന്നു, അങ്ങനെ മാറുന്നു. അതിന് മിടിപ്പ് രോഗം, SVT എന്ന് പറയുന്ന ടൈപ്പ് മിടിപ്പ് രോഗം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു മിടിപ്പ് രോഗത്തിന് പല സീരിയസ്നെസ്സോടുകൂടി, ചില അസുഖങ്ങൾക്ക് കുറേ നേരം അടിക്കും, പ്രശ്നമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ താനെ ശരിയാവും, അവർക്ക് ചില മരുന്നുകൾ മതിയാവും. ചില മിടിപ്പ് രോഗങ്ങൾ പെട്ടെന്ന് ബോധം കെടാനും അതുപോലെ ഹാർട്ട് നിന്ന് പോകാനും മരണസാധ്യത ഉണ്ടാക്കുന്ന വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ടൈപ്പ് മിടിപ്പ് രോഗങ്ങളുണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ഇപ്പോൾ പല മരുന്നുകൾക്ക് പുറമെ ഈ എക്സ്ട്രാ വയറൊക്കെ നമ്മൾക്കിപ്പോൾ ഇലക്ട്രോഫിസിയോളജി ചികിത്സയിലൂടെ നീക്കാൻ പറ്റും. അതിലൂടെ റേഡിയോ ഫ്രീക്വൻസിയിലൂടെ നീക്കാൻ പറ്റും, ഓപ്പറേഷൻ ഇല്ലാതെ. അപ്പം അങ്ങനത്തെ ചികിത്സകൾ വേണ്ടതാണ് ചിലർ. എന്തൊക്കെയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി തുടങ്ങിയ ചില പദങ്ങളുണ്ട്. സാധാരണ വലിയ പരിചയമാണ്, പക്ഷെ അറിയില്ല. അതൊന്ന് വിശദീകരിക്കാം. ഹാർട്ടിൻ്റെ അസുഖം അറ്റാക്ക് ആണെന്ന് നമ്മൾ ECG യിൽ നിന്നും രക്തത്തിലൂടെയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് നമ്മൾ എന്തുകൊണ്ട് ഏത് രക്തക്കുഴലിലാണ് ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത്. ഹാർട്ടിന് പ്രധാനമായിട്ടും 3 രക്തക്കുഴലാണുള്ളത്, കാണില്ലേ? ഹാർട്ടിൻ്റെ ഭിത്തിയുടെ മുകളിൽ നമുക്ക് 3 രക്തക്കുഴലുണ്ട്. ഇടതുഭാഗത്ത് 2 വലതുഭാഗത്ത് 1. അപ്പോൾ ഈ 3 രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകുന്ന ബ്ലോക്ക് കാരണമാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്ലോക്ക് എവിടെയാണെന്നാണ്. അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം. ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആൻജിയോഗ്രാം കാലിലെ അല്ലെങ്കിൽ കയ്യിലെ ധമനിയിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് അതിലേക്ക് നമ്മൾ റേഡിയോ കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് എത്ര ശതമാനം ഉണ്ടെന്നും എവിടെയാണെന്നും അതിനനുയോജ്യമായ ചികിത്സ എന്താണെന്നും കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ കാർഡിയക് കാത്ത് ലാബ് എന്ന് പറയുന്ന ഒരു മെഷീൻ, അതായത് ഒരു എക്സ്റേൻ്റെ ഒരു വീഡിയോ, അതാണ് ആ മെഷീനിലാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ കാണുന്നു, ബ്ലോക്ക് ലൈവായിട്ട് കാണുന്നു എവിടെയാണെന്ന്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള ചികിത്സ, പ്രധാനം 3 തരത്തിലുള്ള ചികിത്സയാണുള്ളത്. ഒന്ന്, 70% താഴെയാണ് ബ്ലോക്കെങ്കിൽ നമുക്ക് മരുന്നുകൾ മാത്രം മതി. ആ മരുന്നുകൾ കൊണ്ട് ബ്ലോക്ക് മാറില്ല, പക്ഷെ ബ്ലോക്ക് കൂടാതിരിക്കാനും അതിൽ രക്തക്കട്ട വന്ന് അലിഞ്ഞ് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനുമുള്ള മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റും. 70-നും 100%-നും ഇടയിലുള്ള ഏത് ബ്ലോക്കുകളും നമുക്ക് നീക്കേണ്ടതാണ് ശാസ്ത്രീയമായിട്ട്. അതിൽ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ആൻജിയോപ്ലാസ്റ്റി, 2 ബൈപ്പാസ് സർജറി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഇല്ലാതെ ആൻജിയോഗ്രാം ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ ഇതിലൂടെ ഒരു ട്യൂബിലൂടെ ഒരു വയറും അതിൻ്റെ മേലെ ഒരു ബലൂണും കടത്തിവിട്ട് ബ്ലോക്ക് വിടർത്തിയതിന് ശേഷം സ്റ്റെൻഡ് എന്ന് പറയുന്ന സ്പ്രിങ്, മെറ്റാലിക് സ്പ്രിങ് നമ്മളവിടെ നിക്ഷേപിക്കുന്നത് രണ്ടാമത് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റിക്ക് യോഗ്യമായ ബ്ലോക്കുകളാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം 24 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ രോഗിക്ക് വീട്ടിൽ പോകാവുന്നതാണ്. ചില കേസുകൾ ചിലപ്പോൾ 1, 2, 3 രക്തക്കുഴലുകളും ബ്ലോക്കുകൾ കാണാം. അതിന് യോഗ്യമായ ആൻജിയോപ്ലാസ്റ്റിക്ക് യോഗ്യമായ ബ്ലോക്കുകളുണ്ട്. ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് യോഗ്യമല്ല, ബ്ലോക്കുകളുടെ എണ്ണം വളരെ കൂടുതലും വളരെ നീളം കൂടിയതും കാൽസിഫിക്കേഷൻ അഥവാ കല്ലിപ്പ് കൂടിയതുമാണെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഉള്ളിലൂടെയുള്ള ചികിത്സയ്ക്ക് പകരം പുറത്തു നിന്നുള്ള ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ബൈപ്പാസ് സർജറി ചെയ്യുന്നു. നമ്മൾ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡിലൂടെ ഒരു ബൈപ്പാസ് റോഡ് വെട്ടുന്ന അതേപോലെ ഈ രക്തക്കുഴൽ ബ്ലോക്കായതുകൊണ്ട് മറ്റൊരു രക്തക്കുഴൽ, ഒന്നുകിൽ കാലിലെ ഒരു സിരയാകാം അല്ലെങ്കിൽ കയ്യിലോട്ട് പോകുന്ന രക്തക്കുഴലിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട്, അത് ഓപ്പൺ ഹാർട്ടാണ്, തുറന്ന് നെഞ്ഞിലൂടെ ഒരു സ്കാറിലൂടെ തുറന്നതിന് ശേഷം ആ രക്തക്കുഴൽ എടുത്ത് നമ്മൾ ഈ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഓപ്പറേഷനിലൂടെ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 1, 2, 3, 4, 5 എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് ചെയ്ത് തീർക്കാൻ പറ്റും. അത് ഓപ്പൺ ഹാർട്ട് ആണെന്ന് മാത്രം ഒരു 8 ദിവസം അത് റിക്കവർ ചെയ്യാൻ എടുക്കും. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഇപ്പോൾ വളരെ സാധാരണമായിട്ട് ചെയ്തു വരുന്ന ചികിത്സാ രീതികളാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ യൂഷ്വലി 2 ആഴ്ച കഴിഞ്ഞാൽ ഏത് റിസ്ക്കുള്ള ജോലിയും ചെയ്യാം, ഗൾഫിലോട്ട് പോകാം, എല്ലാം ചെയ്യാം. ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ഞിലെ സ്റ്റെർണം, ഈ ബോണ് ഉറയ്ക്കുന്നവരെ 1.5 മാസം 2 മാസം കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജോലികൾ ചെയ്യാം. 3 മാസം കഴിഞ്ഞാൽ വലിയ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ്. നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും എല്ലാ ജോലിയും ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ ആളുടെ ഹെൽത്ത് ശരിയാക്കുക എന്നുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റിയുടെയും ബൈപ്പാസിൻ്റെയും ഉദ്ദേശം. സ്റ്റെന്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക്, അതായത് മെറ്റലിൻ്റെ ഒരു സ്കഫോൾഡർ, വളരെ നേർത്ത കമ്പനി, 50 മൈക്രോമീറ്ററൊക്കെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ തിക്നെസ് ഉള്ളൂ. വളരെ നേർത്ത മെറ്റൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു മെഷ് പോലെ ഉണ്ടാകുന്ന ഒരു ട്യൂബാണ് ഈ സ്റ്റെന്റ് എന്ന് പറയുന്നത്. വളരെ ഒരു ബലൂണിൻ്റെ മേലെ ഇട്ട് കംപ്രസ് ചെയ്ത് ചുരുക്കിയ അവസ്ഥയിലാണ് നമ്മൾ ഹൃദയത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ആ ബലൂണിനെ വിടർത്തുമ്പോൾ ആ സ്റ്റെന്റ് അവിടെ വിടരുകയും ബ്ലോക്കിൻ്റെ അവിടെ രക്തക്കുഴലിൽ അത് പറ്റിപ്പിടിച്ച്
അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അത് പിന്നെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അത് യൂഷ്വലി പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്ന കൊബാൾട്ട് ക്രോമിയത്തിൻ്റെ ഒരു വളരെ നേരത്തെ ലോഹസങ്കരമാണ്, അലോയാണ്. അത് പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ട്യൂബാണ്. അത് ബ്ലോക്കിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ഒരിക്കൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തൊലി വളർന്ന് അത് ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഇത് മെറ്റലായതുകൊണ്ടും അതുകൊണ്ട് ഇനി ഫോണിനോ അല്ലെങ്കിൽ എന്താ പറയുക കാന്തത്തിൻ്റെ മാഗ്നറ്റിക് MRIയിലോ പോകുന്നതിനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. എക്കോയും TMTയും നമ്മുടെ ഹൃദ്രോഗം ഇവാലുവേറ്റ് ചെയ്യുന്നതിലെ ആദ്യ ഘട്ടത്തിലുള്ള ടെസ്റ്റുകളാണ്. അതിൽ TMT എന്ന് പറയുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിട്ടുള്ള ECG ആണ്. അപ്പോൾ ഹാർട്ടിന് നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്യിപ്പിക്കുന്നു. ഹൃദയമിടിപ്പ് കൂട്ടി ബ്ലഡ് പ്രഷർ കൂട്ടിയിട്ട് ഹാർട്ടിന് കൂടുതൽ ലോഡ് കൊടുക്കുമ്പോൾ അതിൽ ആ സമയത്ത് ECGയിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കി ബ്ലോക്കിനുള്ള സാധ്യത ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു. അതിൽ ECGയിൽ മാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ബ്ലോക്കിനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ രോഗികളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറയുന്നു. എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ നമ്മുടെ ഡോപ്ലർ സ്കാൻ വെച്ചിട്ടുള്ള ഹാർട്ടിൻ്റെ അറകളും ഭിത്തികളും വാൽവുകളും രക്തക്കുഴലുകളൊക്കെ നോക്കുന്ന ടെസ്റ്റാണ്. ഇതിൽ ബ്ലോക്ക് ഡയറക്റ്റായി കാണാൻ പറ്റില്ല, പക്ഷേ ഒരു ബ്ലോക്ക് ഉണ്ടായി അറ്റാക്ക് ഉണ്ടായാൽ എത്രത്തോളം ഹാർട്ടിന് ക്ഷതം പറ്റി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ ECG ചെയ്യുന്ന സമയത്ത് ഒരു ദിവസമുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല മറ്റൊരു ദിവസം ചെയ്യുമ്പോൾ കിട്ടുന്നത്, 2 ദിവസം കഴിഞ്ഞ് ചെയ്യുന്നത് കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. കാരണം ഇത് ഒരു നെഞ്ഞുവേദന നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം പിന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ വേദന തുടങ്ങി, ഉടനെ ഡോക്ടറെ അടുത്ത് എത്തി, ECG എടുത്തു, ഒന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഹാർട്ടിൻ്റെ അസുഖം ഇല്ല എന്നല്ല. കാരണം ECGയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ കുറച്ച് സമയങ്ങളെടുക്കും. അപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ മിനിമം 6 മണിക്കൂർ നമ്മൾ നിരീക്ഷിക്കണം. നെഞ്ഞുവേദന വന്നു കഴിഞ്ഞാൽ 6 മണിക്കൂർ അത് ഡോക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ പ്രകാരമാണ്. ചില ആളുകളുടെ വേദനയുടെ സ്വഭാവം ചിലപ്പോൾ വളരെയധികം ഹാർട്ടിൻ്റെ ആണെന്ന് നമുക്ക് സംശയം തോന്നുന്ന രൂപത്തിലാവാം. ചിലരുടേത് ഹാർട്ടിൻ്റെ അല്ല എന്നുള്ള ഒരു അനുമാനത്തിൽ നമ്മൾ എത്താം. എന്നിരുന്നാലും 6 മണിക്കൂർ ഇടവിട്ട് നമ്മൾ 6 മണിക്കൂർ നേരത്തേക്ക് നിരീക്ഷിക്കുക. ഒരു ECG എടുത്ത് 3 മണിക്കൂർ കഴിഞ്ഞ് ഒരു ECG കൂടെ എടുക്കുക. അപ്പോൾ ആദ്യം ECGയിൽ ചിലപ്പോൾ നോർമലായിരിക്കാം, പക്ഷെ 3 മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരു ECG എടുക്കുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നു വരും. അതിൻ്റെ അർത്ഥം അപ്പോഴേക്കാണ് നമ്മുടെ അറ്റാക്കിൻ്റെ ലക്ഷണം പുറത്തു വരുന്നത്. അപ്പോൾ സീരിയൽ ECG എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ECG എടുത്ത് അറ്റാക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ട്രോപ്പണിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ഉണ്ട് അറ്റാക്ക് നോക്കുന്നത്. അതും കൂടെ നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ അറ്റാക്ക് ആണോ അല്ലേ എന്നുള്ള ഫൈനൽ ഒരു തീരുമാനം എടുക്കുക. ഈ ഹൃദ്രോഗത്തിൽ പൂർണ്ണമായ മോചനം സാധ്യമാണ്. എല്ലാ കാലത്തും മരുന്ന് കഴിക്കേണ്ടി വരുമോ? ഇതിൽ ബ്ലോക്കിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്. ബ്ലോക്കുകളുണ്ടായി ബ്ലോക്ക് നീക്കിയ ഒരാൾക്ക് ആസ്പിരിൻ എന്നൊരു ഗുളിക ജീവിതകാലം മുഴുവൻ കഴിക്കണം. ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികയാണ്. അത് കൊടുക്കുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇട്ടിരിക്കുന്ന സ്പ്രിങ് അല്ലെങ്കിൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ ഉള്ളിൽ രണ്ടാമത് ബ്ലോക്ക് വരാൻ പാടില്ല. 2, ഒരു പ്രാവശ്യം ഒരു രക്തക്കുഴലിൽ ബ്ലോക്ക് വന്ന ആൾക്ക് വീണ്ടും മറ്റ് രക്തക്കുഴലിലൊക്കെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അയാൾക്ക് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ അയാളുടെ റിസ്ക് തടയുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈ ഒരു അസുഖം മറ്റ് അവയവങ്ങളിലെ രക്തക്കുഴലിനും ബാധിക്കാം. ഇത് പ്രധാനമായും ഹാർട്ടിൻ്റെ അസുഖമല്ല, ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ അസുഖമാണ്. അപ്പോൾ രക്തം എവിടെ എത്തുന്നോ, എവിടെയൊക്കെ രക്തക്കുഴലുണ്ടോ അവിടെയൊക്കെ ഈ അസുഖം ഉണ്ടാവാം. അപ്പോൾ തലച്ചോറിലാണ് രക്തക്കുഴലിന് ഈ ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വരാം. അപ്പോൾ അതിൻ്റെ ലക്ഷണം അറ്റാക്ക് ആയിരിക്കില്ല, ഒരു ഭാഗം പക്ഷപാതം എന്ന് പറയുന്ന കുഴച്ചിൽ രൂപത്തിലേക്ക്. അപ്പോൾ ഈ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക എവിടെയും രക്തം കട്ട പിടിക്കുന്നതിനെ പ്രതിരോധിക്കുന്നു. അപ്പോൾ അത് സംരക്ഷിക്കുന്ന ഹാർട്ട് അറ്റാക്കിൽ നിന്നും മാത്രമല്ല, സ്ട്രോക്കിൽ നിന്നും അതുപോലെ കാലിലെ രക്തക്കുഴൽ ബ്ലോക്കിൽ നിന്നും ഒക്കെ ആളെ സംരക്ഷിക്കാനുള്ളതാണ്. ആസ്പിരിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവകരമായ കണ്ടുപിടുത്തമാണ്. ഇത്രയ്ക്കും ജീവൻ രക്ഷിക്കാൻ കഴിവുള്ള മരുന്നായതുകൊണ്ടാണ് സർക്കാരിൻ്റെ മരുന്ന് വില നിയന്ത്രണത്തിൽ ഏറ്റവും ആദ്യം ഇല്ല. അവർ ആ അറ്റാക്കിൻ്റെ പ്രോസസ്സ് ഉറക്കത്തിൽ തന്നെ കടന്നുപോയും അതിലെ കൂടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി മിടിപ്പ് നിന്നുപോയി അങ്ങനെ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രധാനം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ നമ്പറുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇത് വരാനുള്ള റിസ്ക് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അതിനെ തടയാനുള്ള
ടെസ്റ്റുകൾ. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കിൻ്റെ സൂചന അല്ലെങ്കിൽ മറ്റ് റിസ്ക് ഫാക്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ അറ്റാക്ക് വരാതിരിക്കാനുള്ള ആസ്പിരിൻ ഗുളികകളൊക്കെ കഴിച്ച് റിസ്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഹാർട്ട് അറ്റാക്ക് സൃഷ്ടിക്കുന്ന വേദന വ്യത്യസ്തമായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾക്ക് സ്ത്രീകളിൽ കുറച്ചുകൂടെ അറ്റിപ്പിക്കൽ, അതായത് സാധാരണ കാണുന്ന അല്ലാത്ത ടൈപ്പ് പെയിനുകൾ, വേദനകൾ കാണാറുണ്ട്. പിന്നെ അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മൾ ചില സമയത്ത് കൂടുതലായിട്ട് വേദന അറ്റാക്ക് ഇല്ലാതെയും കാണാറുണ്ട്. അപ്പോൾ അത് ഒരു ക്ലിനിക്കൽ ഇവാലുവേഷനിലൂടെ ഡോക്ടേഴ്സ് വിലയിരുത്താറുണ്ട്. വ്യായാമം ചെയ്യുന്നതിലൂടെ എന്താണ് വ്യായാമമാണ് നല്ലത്? ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്, ശരിക്കും എല്ലാ ശാസ്ത്രീയ പഠനങ്ങളിലും നിങ്ങളുടെ ആയുസ് കൂടണമെങ്കിൽ നിങ്ങൾ ജീവിതശൈലിയാണ് മാറ്റേണ്ടത്. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ മെയിനായിട്ട് നിങ്ങൾ വന്ന അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും പിന്നെ ഈ ഒരു ഇമ്മീഡിയറ്റ് റിസ്കിൽ നിന്ന് ഒഴിവാക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ ക്വാളിറ്റി, ആ വേദന മുതലായവ ഒഴിവാക്കിയിട്ട് നല്ല ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്താനാണ് ആക്ച്വലി. പക്ഷെ നിങ്ങൾക്ക് ആയുസ് കൂടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ജീവിതശൈലിയിലുള്ള മാറ്റമാണ്. അതിലേറ്റവും നമ്പർ 1 എക്സസൈസാണ്. എങ്ങനെയാണ് നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 hours ഒരു ദിവസം ആഴ്ചയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അരമണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസം മിനിമം 150 minutes ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ മിനിമം മിതമായ നിരക്കിൽ നടക്കുക എന്നുള്ളതാണ്. അതായത് മിതമായ നിരക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിതമായ സ്പീഡിൽ നിങ്ങൾ നടക്കണം. അത് സ്പീഡ് അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ മെല്ലെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് നോക്കുക. നിങ്ങൾക്ക് കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പീഡ് പോരാ എന്നുള്ളതാണ്. തീരെ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്ര സ്പീഡിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷേ ചെറിയൊരു ശ്വാസം തിങ്ങിയിട്ടുള്ള, അതാണ് നിങ്ങളുടെ സ്പീഡ്. ആ സ്പീഡിൽ 30 മിനിറ്റ് ഒരു ദിവസം നടക്കുക. 30 മിനിറ്റ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും. ഇതാണ് ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവ്. പിന്നെ നമ്മുടെ എക്സസൈസ് ഇതിലും കൂടുതലൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, അതുപോലെ സ്പോർട്സ് നടത്തം, അതൊക്കെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നല്ല, നിങ്ങളുടെ ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യും, അതിൽ സംശയമില്ല. പക്ഷേ ഹാർട്ടിനെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് അനേറോബിക് ഇത് വരാൻ പാടില്ല എന്നുണ്ട്. അതായത് അമിതമായിട്ടുള്ള എക്സസൈസ് മസിൽ കൂട്ടാനുള്ളത് അതൊന്നും ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനം മിതമായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാർ പലതരം മരുന്നുകൾ കുത്തിക്കുന്ന ഒരു പ്രാണമുണ്ട്. ഇതിൽ പലർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതും എന്താ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്? വളരെയധികം ഞങ്ങൾ കാണാറുണ്ട്. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ മാസം വന്നിരുന്നു. അവൻ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയതാണ്. അപ്പോൾ ജിമ്മിൽ അവർ കൊടുക്കുന്ന എന്തോ ഒരു പ്രോട്ടീൻ പൗഡർ, അതത്ര ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രോട്ടീൻ പൗഡർ 3 മാസം കഴിച്ചു. അദ്ദേഹം ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് ഇവിടെ എത്തി. ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തു. ബ്ലോക്ക് ഇല്ലായിരുന്നു, രക്തം കട്ട പിടിച്ചിട്ട് അറ്റാക്ക് ഉണ്ടായതാണ്, ബ്ലോക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ സ്റ്റിറോയിഡ് പോലത്തെ, അനബോളിക് സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകളുള്ള ഈ ഉത്തേജക മരുന്നുകൾ കഴിക്കുമ്പോൾ രക്തത്തിൽ പെട്ടെന്ന് കട്ട വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ ആ രക്തക്കട്ട കൂടുതലുണ്ടായി, അതേപോലെ മസിലിന് മാസ് കൂടുന്നത് ഹാർട്ടിൻ്റെ മസിലിനും മാസ് കൂടും. അപ്പോൾ ഇത് രണ്ടും അത്ര ഹാർട്ടിന് നല്ലതല്ല. അപ്പോൾ നോർമൽ പ്രോട്ടീനുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. പിന്നെ ഫിറ്റ്നസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനം അരമണിക്കൂർ നേരത്തെ എക്സസൈസ് മതി ഹാർട്ടിനെ സംരക്ഷിക്കാൻ. ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള എക്സസൈസും ഇതും വേണ്ട. ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ജിം അടിക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല, വേറെ കേടില്ലാത്തവർക്ക് അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മസിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിക്കുന്ന പല പ്രിപ്പറേഷൻസിലും സ്റ്റിറോയിഡ്സ് ഉണ്ട്. സ്റ്റിറോയിഡ്സ് ഹാർട്ടിന് നല്ലതല്ല. നിങ്ങൾ സ്പോർട്സ് താരങ്ങളുടെ പലരുടെയും കഥ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ഉത്തേജക മരുന്ന് കഴിക്കും പെർഫോമൻസിന് വേണ്ടിയിട്ട്, പക്ഷേ അവരുടെയൊക്കെ ഹാർട്ടിൻ്റെ ആരോഗ്യം കുറവാണ്. ഉറക്കത്തിൽ നിന്നു പോകുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അത് നോർമലി കുറച്ച് അമിതവണ്ണമുള്ള ആളുകൾക്ക്, കുറച്ച് കൂർക്കം വലിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇടയ്ക്ക് നമ്മുടെ ശ്വാസനാളികളുടെ വണ്ണം കുറഞ്ഞു പോവുകയും ഇടയ്ക്ക് ശ്വാസം സ്റ്റക്കാവുന്ന അസുഖമുണ്ട്, സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അതുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് നമുക്ക് അതിനെ വിലയിരുത്തേണ്ടതുണ്ട്, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത്.
ഇതൊന്നും ഇല്ലാതെ ഇതുണ്ടെങ്കിൽ ചില ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് ചിലപ്പോൾ ശ്വാസം സ്റ്റക്ക് ആവാറുണ്ട്. അത് ചിലപ്പോൾ അലർജി ഉള്ളവർക്കും ശ്വാസനാളത്തിൽ നിന്ന് കഫം താഴോട്ട് ഇറങ്ങിയിട്ട് ശ്വാസനാളി ചിലപ്പോൾ പെട്ടെന്ന് സ്പാസത്തിലേക്ക് പോയിട്ടൊക്കെ ശ്വാസം നിൽക്കാറുണ്ട്. അതിൻ്റെതായ സ്പെഷ്യാലിറ്റിയിൽ കാണിച്ചിട്ട് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഇപ്പൊ ഈ സൈബർ ലോകത്ത് ഇപ്പം ബ്ലോഗ്, വെബ്സൈറ്റ് ഒക്കെ നോക്കി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നൊരു സംഭവമുണ്ട്. എത്രത്തോളം കുഴപ്പമായിരിക്കും? നമ്മുടെ സമൂഹം ഇപ്പോൾ കടന്നു പോകുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന, എന്താ പറയുക, വളരെ സൗകര്യപ്രദമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിലും വളരെയധികം വിപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, സാമൂഹികമായിട്ടും പിന്നെ ആരോഗ്യപരമായിട്ടും വളരെയധികം വിപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ. ഞങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പല പേഷ്യൻസ് വരുന്നുണ്ട്. അതായത് പിന്നെ കൊച്ചുമകൻ മൊബൈൽ വാട്സാപ്പ് നോക്കുന്നു, രാവിലെ എഴുന്നേറ്റ് ഒരു 5 ലിറ്റർ വെള്ളം കുടിച്ചാൽ എല്ലാ അസുഖം മാറുന്നുള്ള പോസ്റ്റ് കാണുന്നു. അയാൾ 60 വയസ്സ് 70 വയസ്സുള്ള അയാളുടെ മുത്തച്ഛനോട് പറയുന്നു, നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുന്നു. വെള്ളം എന്തായാലും അമിതമായാൽ കേടാണ്. വെള്ളം കുടിച്ച് സോഡിയം കുറഞ്ഞ് എത്ര പേരാണ് ഞങ്ങളുടെ ICUയിൽ വന്ന് അഡ്മിറ്റ് ആവുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട്. അപ്പോൾ എല്ലാത്തിനും ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. അത് പഠിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നത്. ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിക്കാൻ നെറ്റ് ഉപയോഗിക്കാം. അതിൽ പല ആശുപത്രികളുടെയും പല മെഡിക്കൽ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പിന്നെ കിട്ടാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന മിസ്ഇൻഫർമേഷൻ, തെറ്റായ പിന്നെ വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഈ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സമ്പന്നരായ കേരളത്തിൽ മറ്റ് ശാസ്ത്രശാഖകളെന്ന വ്യാജേന പല വ്യാജ ആളുകളും ചികിത്സകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 40,000-നും 50,000-നും ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മളൊരിത് കാണുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ. പക്ഷെ അതൊരു നോട്ടീസിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കില്ല. അപ്പോൾ ഇതിൽ വരുന്നതെല്ലാം സത്യമല്ല. വളരെയധികം വ്യാജന്മാർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക് മുതലായ മീഡിയ. അതുകൊണ്ട് ഇത് എക്സ്പെർട്ടിന് വിടുക. എൻ്റെ കാർ കേട് വന്നു കഴിഞ്ഞാൽ ഞാനത് മെക്കാനിക്കിനെ കാണിച്ചിട്ട് മാത്രമേ റിപ്പയർ ചെയ്യുള്ളൂ. ഞാൻ വാട്സാപ്പ് വായിച്ചിട്ട് റിപ്പയർ ചെയ്യില്ല. അതേപോലെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്. കാര്യം കൂടി, ഇപ്പോൾ സർക്കാർ പല മരുന്നുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വില നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാധീനിച്ചിട്ടുണ്ട് ചികിത്സയിൽ. ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്റ്റെൻറ്റിൻ്റെ പ്രൈസ് കൺട്രോൾ വളരെയധികം സഹായകരമായി മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുമ്പ് ഒരു രോഗിക്ക് കൂടുതൽ എക്സ്പെൻസ് പറയുന്ന ആ ഒരു ചികിത്സയ്ക്ക് ഇപ്പോൾ മിനിമം 20-30,000 രൂപ വരെ നമുക്ക് ഒരു ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മിഡിൽ ക്ലാസ്സിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ഇങ്ങനത്തെ എല്ലാ മേഖലകളിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ചികിത്സ കൂടുതലൊരു പ്രായോഗികമാവുകയും അതുപോലെ തന്നെ ആളുകൾ ഈ ചികിത്സാ ചെലവ് ഭയന്ന് വ്യാജന്മാരുടെ അടുത്തും മറ്റ് തട്ടിപ്പ് ചികിത്സയ്ക്ക് വിധേയമാവുന്നതും ഇത് പ്രകാരം കുറയാനാണ് സാധ്യത. അതിൻ്റെ ഓൾറെഡി പോസിറ്റീവ് എഫക്റ്റ് ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇമെയിൽ ID drshafeeqm@gmail.com drshafeeqm@gmail.com. Thank you.